ഒരാൾ നമ്മളെ കണക്ഷൻ സ്വീകരിച്ചാൽ അതേപോലെ തന്നെ ഒരു 10 ആളും 20 ആളും 30 ആളും കണക്ട് ചെയ്യാം. ഇവിടെ ലാൻഡ് 1 ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ആ ഇൻ്റർവ്യൂ പൊട്ടാം, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയാണ് ഈ 3407 ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡ്രീം ജോബ് ലാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് രണ്ടും മല മറിക്കുന്ന പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ബുദ്ധിമുട്ടാകാനൊരു കാരണമുണ്ട്. ഈ പ്രൊജക്റ്റ് തീരാൻ എത്ര ടൈം എടുക്കും നമുക്കറിയില്ല, ഇത് എങ്ങനെ എക്സാക്ട്ലി ചെയ്യാമെന്ന് നമുക്കറിയില്ല. ഈ രണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വരെ നമുക്ക് കഴിയില്ല. ഒരു ബിഗ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നിക്കപ്പെടുന്ന ഒരു പ്രൊജക്റ്റിനെ ചെറിയ ചെറിയ ടൈനി ടാസ്ക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതിനെ സക്സസ്ഫുള്ളി അപ്രോച്ച് ചെയ്യാം, അവസാനം ഇത് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ടാസ്കിൻ്റെ ഡെഫിനേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ടാസ്ക് ഡിഫൈൻ ചെയ്യുന്നത്, ആ ടാസ്ക് ചെയ്തു തീർക്കാനുള്ള ഡ്യൂറേഷൻ നമുക്ക് എത്ര അറിയാം, എത്ര ടൈം കൊണ്ട് അത് തീരുമെന്ന് നമുക്കറിയാം, അത് എങ്ങനെ ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവും. അതാണ് ടാസ്ക്. അപ്പോൾ ഇതേപോലെ ഒരു 1000 ടാസ്ക് കൂട്ടിച്ചേർത്തിട്ട് അത് ചെയ്ത് തീർത്താൽ ഒരു ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ഡ്രീം ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്താൽ പോരെ. സ്ട്രാറ്റജി അത്രേ ഉള്ളൂ. ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ ഡൂവബിൾ ടാസ്കുകളാകുമ്പോൾ അത് ഈവൻ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സുഖമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 കേസ് സ്റ്റഡി ഞാൻ പറയാം. ഒന്നാമത്തെ കേസ് സ്റ്റഡി എങ്ങനെ ഡ്രീം ജോബ് ലാൻഡ് ചെയ്യാം, എങ്ങനെ ജോബ് ലാൻഡ് ചെയ്യാം. രണ്ടാമത്തെ കേസ് സ്റ്റഡി എങ്ങനെ ഒരു സക്സസ്ഫുൾ ബിസിനസ് ലോഞ്ച് ചെയ്യാം. ഇതിൽ എങ്ങനെ ജോബ് ലാൻഡ് ചെയ്യാം എന്നതിനെ പറ്റി എനിക്ക് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അക്കംപ്ലിഷ് ചെയ്ത കാര്യമാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. ഞാൻ എങ്ങനെ ചിന്തിച്ചത്, എങ്ങനെയാണ് ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് എന്നുള്ളത്, എങ്ങനെ സക്സസ്ഫുള്ളി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു ബിഗ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഹിമാലയൻ ടാസ്ക് ആണത്. അപ്പോൾ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ ആദ്യത്തെ ഡൂവബിൾ ടാസ്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുക, അതായത് എങ്ങനെ ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ട് ചെയ്ത് തീരും, ഈ 2 ഇൻഫർമേഷൻ അറിയുന്ന നോൺ ആയിട്ടുള്ള ഒരു ആദ്യത്തെ ടാസ്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആ ടാസ്കിൽ നിന്ന് മറ്റേ ടാസ്കുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ കേസ് സ്റ്റഡിയിൽ എനിക്കൊരു ജോബ് ലാൻഡ് ചെയ്യണം. എനിക്കിപ്പോൾ ജോലിയില്ല, ഒരു എഡ്യൂക്കേഷൻ, ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്, ചിലപ്പം ഡിഗ്രി ഉണ്ടാവും, ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് വേണ്ട ജോലിയാണ്, അതെനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതിലെ ആദ്യത്തെ ഡൂവബിൾ ടാസ്ക് ഡിഫൈൻ ചെയ്യാണ്. അപ്പം ഞാൻ നേരെ നോഷൻ തുറന്നിട്ട് എൻ്റെ സെക്കൻഡ് ബ്രെയിനിലേക്ക് പോയി. ഇതാണ് സെക്കൻഡ് ബ്രെയിന്. ടാസ്ക്, പ്രൊജക്ട്സ്, ഏരിയാസ്, റിസോഴ്സസ്, ആർക്കൈവ്, ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട. ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ സിമ്പിൾ നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഏതെങ്കിലും ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻ എടുക്കുക, അതിൽ കുറച്ച് ടാസ്ക് ലിസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് എൻ്റെ ആദ്യത്തെ ടാസ്ക് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് വേണ്ടത് ഒരു ജോലിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, വാച്ച് 2 YouTube videos about how to search for jobs. ഇതൊരു എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടാസ്ക് ആഡ് ചെയ്തപ്പോൾ, ഓക്കെ, വാച്ച് 2 YouTube videos about how to search for job. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ടാസ്ക്കാണ്. ഈ ടാസ്ക് ഇന്നത്തെ ടൈം എടുക്കുന്നത് എനിക്കറിയാം. 2 യൂട്യൂബ് ചാനൽ മേ ബി 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എടുക്കുള്ളൂ. അത് എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയാം. ഒരു ക്ലാരിറ്റി ഇല്ലാതെ തുടങ്ങിയതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റിക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടാസ്ക് ഞാൻ ആഡ് ചെയ്തു. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ പുതിയ ടാബ് ഓപ്പൺ ആക്കുക, യൂട്യൂബ് അടിക്കുക, യൂട്യൂബ് അടിച്ചിട്ട് യൂട്യൂബിൻ്റെ ഉള്ളിൽ കയറുക. സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഓൾറെഡി വാച്ച് ഹിസ്റ്ററി ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. സിംപ്ലി സെർച്ച് ചെയ്യുക, ഹൗ ടു ഡു ജോബ് സെർച്ച്. ഈ ഒരു സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് വരും. ഹൗ ടു ഫൈൻഡ് ജോബ്സ് ഓൺ ലിങ്ക്ഡിൻ. അങ്ങനെ സ്ക്രോൾ ചെയ്തു അടുത്ത 2ാമത്തെ വീഡിയോ കിട്ടി, ജോബ് സെർച്ച് ഓൺ ലിങ്ക്ഡിൻ, ദി 1 ടിപ്പ് യു നീഡ് ടു നോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഈ 2 വീഡിയോ കണ്ടാൽ ഏകദേശം എനിക്ക് ജോബ് സെർച്ചിനുള്ള ഏകദേശം ഐഡിയാസൊക്കെ കിട്ടും, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഈ 2 വീഡിയോ മാത്രം വാച്ച് ചെയ്താൽ ആദ്യത്തെ ടാസ്ക് ഫിനിഷ് ചെയ്തു. ഈ 2 വീഡിയോ ഫിനിഷ് ചെയ്താൽ തന്നെ അടുത്ത 2 ടാസ്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ചാപ്റ്ററിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മെത്തേഡ് 1 ആയിട്ട് ഈസി അപ്ലൈ ആണ്. മെത്തേഡ് 2 കണക്ട് വിത്ത് എംപ്ലോയീസ് ആണ്. അങ്ങനെ പോയിട്ട് മെത്തേഡ് 3 എക്സ്പ്ലോർ ദി കമ്പനി വെബ്സൈറ്റ്. മെത്തേഡ് 4 റീച്ച് ഔട്ട് ടു ടാലൻറ്റ് അക്വസിഷൻ, HR-നെ റീച്ച് ചെയ്യുക. അങ്ങനത്തെ കുറേ മെത്തേഡുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളിലേക്ക് ഡീപ് ഡൈവ് ചെയ്താൽ തന്നെ ഏകദേശം അടുത്തൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഒരു ക്ലിയർ ഐഡിയ കിട്ടിയാൽ 2ാമത്തെ ടാസ്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻസ്റ്റാൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ടാസ്ക് ചെയ്തിട്ട് നേരെ ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അടുത്ത ടാസ്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം, രജിസ്റ്റർ ലിങ്ക്ഡിൻ. ഓക്കെ, ഇതെല്ലാം ഡൂവബിൾ ടാസ്ക്കാണ്. ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയാം, എത്ര ടൈം എടുക്കുന്നു എനിക്കറിയാം. അടുത്തതും ഡൂവബിൾ ടാസ്ക്കാണ്. രജിസ്റ്റർ ലിങ്ക്ഡിൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് എനിക്കറിയാം, എത്ര ടൈം ഏകദേശം എടുക്കുന്നു എനിക്കറിയാം. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ആക്ച്വൽ പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അടുത്ത ടാസ്കിലേക്ക് പോകാം. അടുത്ത ടാസ്ക് എങ്ങനെ ചെയ്യാമെന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു അടുത്ത ടാസ്ക് ഡിഫൈൻ ചെയ്യുന്നത്, വാച്ച് യൂട്യൂബ് വീഡിയോസ് ടു നോ ഹൗ ടു സെർച്ച് ജോബ്സ് യൂസിങ് ലിങ്ക്ഡിൻ. അപ്പോൾ ഈ
യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ലിങ്ക്ഡിനിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ലിങ്ക്ഡിനിൽ പോവാം. ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അടുത്തൊരു കുറേ ഐഡിയാസ് കിട്ടി. സെർച്ച് വിത്ത് മൈ റിക്വയർഡ് ജോബ് ടൈറ്റിൽ. ജോബ് ടൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. സെർച്ചിൽ പോവാ, ലാബ് ഡെവലപ്പർ സെർച്ച് ചെയ്തു. അതിനുശേഷം ഇതാ ഒരുപാട് ജോബ്സ് ഉണ്ട്, പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ പീപ്പിളിൽ പോയാൽ പീപ്പിൾസ് കാണാം. അപ്പോൾ ഞാൻ അടുത്ത ടാസ്ക് ഇതാണ്, അപ്ലൈ ഫോർ 10 ജോബ്സ് ഇൻ ബാംഗ്ലൂരു. അടുത്ത ടാസ്ക് ഇതാണ്, കണക്ട് വിത്ത് 10 people working as lab developer. അതിനുശേഷം അടുത്ത ടാസ്ക് ഇതാണ്, ഗെറ്റ് 1 referral. ഓക്കെ, ലിങ്ക്ഡിനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോബ് പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന ഒരു 10-20 ആൾക്കാരെ കണക്ട് ചെയ്താലാണ് ഒരാളെങ്കിലും കണക്ഷൻ സ്വീകരിക്കുക. അങ്ങനെ ഒരു 10-30 ആൾക്കാരെ കണക്ട് ചെയ്താൽ 2 ആളെ സ്വീകരിച്ചാൽ അങ്ങനെ ഒരു 10 കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമുക്ക് റെഫറൻസ് ചോദിക്കാൻ പറ്റുള്ളൂ. റെഫറൻസ് ചോദിച്ചാൽ തന്നെ ഒരു 10-30 ആൾക്കാരോട് ചോദിച്ചാൽ 1-2 റെഫറൻസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു റെഫറെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് ശേഷം അടുത്തത് ഗെറ്റ് 1 കോൾ. അടുത്തത് ഗെറ്റ് 1 കോളാണ്. ഒരു കോൾ റിസീവ് ചെയ്യുക. ഒരു കോൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കണക്ട് വിത്ത് 10 people എന്നുള്ള ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഗെറ്റ് 1 റെഫറൽസും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടുത്ത ടാസ്ക് ഇതാണ്, ലാൻഡ് 1 ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂ ലാൻഡ് ചെയ്യുക. ഒരു ഇൻ്റർവ്യൂ ലാൻഡ് ചെയ്തതിന് ശേഷം ഗെറ്റ് 1 ഓഫർ, ഗെറ്റ് മൾട്ടിപ്പിൾ ഓഫേഴ്സ്. ഇങ്ങനെ ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഓക്കെ ഇങ്ങനെ ടാസ്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രം ഇങ്ങനെ അക്കംപ്ലിഷ് ആയി പോകുമോ എന്നുള്ളത്. ഒരു ഡയറക്ഷനിൽ മൊമെൻറ്റം ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. എന്ത് ചെയ്യണമെന്ന് അന്താഴ്ച നിന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയല്ലോ, കുറേ റെഫറൻസ് കിട്ടി, ആദ്യത്തെ കോൾ കിട്ടിയാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഒരു കോൾ കിട്ടുന്നത് തന്നെ കുറച്ച് പണിയല്ലേ. അതിനുശേഷം ഒരു ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതും ഒരു സക്സസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഈ കണക്ട് വിത്ത് 10 people who are working in lab developer എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു ടാസ്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്ലൈ ഫോർ 10 ജോബുകൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു നോളജ് നമുക്ക് കിട്ടിയാൽ ഇതുപോലത്തെ 10, 20, 30 ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. ഒരാൾ നമ്മളെ കണക്ഷൻ സ്വീകരിച്ചാൽ അതേപോലെ തന്നെ ഒരു 10 ആളും 20 ആളും 30 ആളും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയാണ് ഈ 3407 ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. 3407 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10,000 പേർക്കെങ്കിലും ഞാൻ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവും. അതിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ മെസ്സേജസ് എംബഡ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ പ്രൊഫൈൽ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. 3407 കണക്ഷനുള്ളതിൽ ഒരു 1000 പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു എന്ന് കരുതുക. അതിലൊരു 500 പേര് മെസ്സേജ് കണ്ട് റിപ്ലൈ തന്നു എന്ന് കരുതുക. അതിലൊരു 100 പേര് റെഫറൻസ് തരാൻ ക്യാപ്പബിൾ ആണെന്ന് കരുതുക. അതിലൊരു 50 റെഫറൻസ് നമുക്ക് കിട്ടിയെന്ന് കരുതുക. അതിൽ നിന്നൊരു 30 കോൾ നമുക്ക് കിട്ടിയെന്ന് കരുതുക. അതിലൊരു 10 ഇൻ്റർവ്യൂ നമുക്ക് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതുക. അതിലൊരു 3 ഓഫർ നമുക്ക് കിട്ടിയാൽ അതിലേതെങ്കിലും ഒരു ഓഫറിൽ നമുക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി. പലർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, അവർ ഓൾറെഡി കോളേജ് പ്ലേസ്ഡ് ആയിരിക്കും, ഓൾറെഡി ജോബ് സെർച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ ജോബ് ലാൻഡ് ചെയ്യണം, ഇത് എവിടുന്ന് തുടങ്ങാം എന്നതിനെ പറ്റിയൊക്കെ അന്താഴ്ച നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ മൊമെൻറ്റം ബിൽഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇവിടെ ലാൻഡ് 1 ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ആ ഇൻ്റർവ്യൂ പൊട്ടാം, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം. ഇൻ്റർവ്യൂ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കി ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും കൂടെ നടത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതായത് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ ചെയ്തിട്ട് കുറേ ചെയ്തിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസിയോ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിനുള്ള ടാസ്കും ഇവിടെ വരും. പ്രാക്ടീസ് ലാബ്, പ്രാക്ടീസ് ഇംഗ്ലീഷ്. പക്ഷേ പ്രാക്ടീസ് ലാബ്, പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ചെറിയ ടാസ്ക് ആയിരിക്കില്ല, പക്ഷേ അതൊരു ഹാബിറ്റ് ആയിരിക്കും. ആ ഹാബിറ്റ് ഇതിൻ്റെ കൂടെ ഈ ജോബ് സെർച്ചിൻ്റെ കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാനൊരു 6 മാസം ട്രൈ ചെയ്തിട്ടാണ് ആദ്യത്തെ ഒരു ജോബ് റെഫറൽ വഴി എനിക്ക് കിട്ടിയത്. ഞാൻ ഇൻ ജനറൽ ഒരു ജോബ് ലാൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡല്ല പറയുന്നത്. നിശ്ചിത ടൈം അറിയുന്ന അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് കറക്റ്റായിട്ട് അറിയുന്ന ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്ത ഉടനെ അത് ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ ചെയ്ത് തീർത്തിട്ട് ആ ചെയ്ത് തീർത്ത ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കുകൾ ഡിഫൈൻ ചെയ്തു വരും. അപ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള ക്ലാരിറ്റി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റഡിയാണ്. ഞാൻ ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ഹിമാലയൻ ടാസ്ക്കാണ് ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്തായിരിക്കും? ഇതേപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് വാച്ച് വീഡിയോസ് അബൌട്ട് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടപ്പ്.
അപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടപ്പ് എന്നുള്ള ടൈറ്റിൽ ഒരു 2 വീഡിയോ ഞാൻ കണ്ടാൽ അത് ഇതിലുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ നിന്ന് അടുത്ത ടാസ്ക് ഡിഫൈൻ ആവും. അങ്ങനെ അടുത്ത ടാസ്കും ഇതേപോലെ ഡൂവബിളും എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു നോളജ് അറിവ് നമുക്ക് കിട്ടിയാൽ അത് ചെയ്ത് ഇങ്ങനെ പോയാൽ ആ ഒരു നമ്മളെ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് മൊമെൻറ്റം ബിൽഡ് ചെയ്തുകൊണ്ട് എത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബ് കയറിയിട്ട് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടപ്പ് എന്നടിച്ചാൽ എനിക്ക് കുറച്ച് റിസൾട്ട് വരും. ആ റിസൾട്ടിൽ ഇമാൻ ഖാദിൻ്റെ ഒരു വീഡിയോ കിട്ടി, അതേപോലെ തന്നെ ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ് ഫ്രം നത്തിങ് എന്നുള്ള അലി അബ്ദാലിൻ്റെ വീഡിയോ കിട്ടി, വേറൊരു വീഡിയോ. ഈ ഒരു 2 വീഡിയോ ഞാൻ ചൂസ് ചെയ്തു, 28 മിനിറ്റും 16 മിനിറ്റും. ആദ്യം ഈ 16 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഓക്കെ, 16 മിനിറ്റാണ് എൻ്റെ ടാസ്ക് ഫിനിഷ് ചെയ്യാനുള്ള ടൈം. ഈ 2 വീഡിയോ ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് 2-3 ആക്ഷനബിൾ ടാസ്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയണം. ഡുവബിൾ ആയിരിക്കണം. എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയണം, എത്ര എഫേർട്ട് അതിലുണ്ടാവും എന്ന് എനിക്കറിയണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മൊമെൻറ്റം ബിൽഡ് ചെയ്തിട്ട് അവസാനം ഒരു സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ട്യൂട്ടോറിയലിൽ ടാസ്ക് ലിസ്റ്റ് ചെയ്യാനും പ്രൊജക്ട് മാനേജ് ചെയ്യാനും ഞാൻ ഉപയോഗിച്ചത് നോഷനാണ്. നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ പേഴ്സണൽ ലൈഫ് മാനേജ് ചെയ്യാം, എങ്ങനെ സെക്കൻഡ് ബ്രെയിൻ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോസിൽ പഠിക്കാം. ഇതിന് മുന്നേ നോഷൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ കണ്ടില്ലെങ്കിൽ നോഷൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ കാണാം. ഈ 2 വീഡിയോസ് കണ്ടുകൊണ്ട് നോഷനിൽ ഒരു ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. നോഷൻ ഡെയിലി ലൈഫിൽ കൊണ്ടുവന്നതിന് ശേഷം ഡെയിലി ലൈഫ് എഫക്റ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സി യു ടുമോറോ.